സുഹൃത്തുക്കളെ, ഞാനിന്ന് ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ്. ആഴി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. കെ സൗജത്ത് ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. സൗജത്ത് കരുളായി എന്ന പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്. 207 പേജുകളുള്ള ഈ പുസ്തകം തീർച്ചയായും നമ്മുടെയൊക്കെ വായനയിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് എന്ന് പറയാൻ കാരണം, ഈ പുസ്തകത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലി എങ്ങനെ ഒരു പുസ്തകം വായിപ്പിക്കാം, വളരെ എളുപ്പത്തിൽ വായനക്കാരുമായി അത് സംവദിക്കുന്നു. ഒരു കഥയുടെ ആദ്യവും അന്ത്യവും അതിൻ്റെ തുടക്കവും ഒടുക്കവും അതിനിടയ്ക്ക് കണക്ട് ചെയ്യുന്ന, ഒരു നോവലിനെ കണക്ട് ചെയ്യുന്ന വിജയകരമായ രീതി അവലംബിച്ചുകൊണ്ടാണ് സൗജത്ത് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകത്തിനെ വളരെ വിശദമായി പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു അപ്രായോഗികമായതുകൊണ്ട് പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു പരിചയപ്പെടുത്തലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആഴിയിൽ സൗജത്തിൻ്റെ തുടക്കം ഹരിശങ്കർ എന്ന കലക്ടറുടെ ഒരു ദിവസത്തോടെയുള്ള തുടക്കമാണ് ഈ നോവലിന്. അത് വളരെ നന്നായി എന്ന് അതിൻ്റെ ആദ്യ വായന തന്നെ തോന്നിപ്പിക്കുന്നു. ആദ്യ അധ്യായം വായിക്കുമ്പോൾ തന്നെ വായനയ്ക്കൊരു ഒഴുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ രചന. ആവണി, ആമിന, പിന്നെ ജയന്തി, ഹരിശങ്കർ, ഓരോ മനസ്സുകളും വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങൾ പോലെ എന്ന് തോന്നിപ്പിക്കുന്നിടത്ത് തന്നെ വായനയ്ക്ക് ഒരു ജിജ്ഞാസ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ആഴിയുടെ രചന. അതുപോലെ തന്നെ ഓള് തങ്ങളെ കുട്ടിയ അതത്ര ചൊറുക്ക്, തങ്ങന്മാരി നബിൻ്റെ ആൾക്കാരാ, ഒരു പരമ്പരാഗത വിശ്വാസത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇങ്ങനെ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആമിനയെക്കുറിച്ചുള്ള ഒരു പരാമർശം. അതുപോലെ തന്നെയാണ് ഇതിൽ വയലിന് പോവാൻ ഒരുങ്ങവേ ചൊക്കന്നായ ആശയെ മുട്ടിച്ചുരുമിയത് വഴിയിൽ ഒരാപത്ത് പതിയിരിക്കുന്നത് അറിയിക്കാനായിരുന്നു. അപ്പോൾ ഈ ഒരു നായ, ഈ വയലിന് പോകുന്ന സമ്പ്രദായം കിഴക്കൻ എറണാട്ടിലൊക്കെ ധാരാളമുള്ള ഒരു കാലഘട്ടത്തിനെ ആണ് ഈ നോവൽ പിറക്കുന്നത്. അപ്പോൾ ആസ്യ വയലിന് പോകാൻ ഒരുങ്ങിയപ്പോൾ അവരുടെ വളർത്തിനായ ചൊക്കൻ അവരെ മുട്ടിയുരുമി നടന്നത് ഒരാപത്ത് അറിയിക്കാനാണ് എന്നതാണ്. അത് പാമ്പ് വഴിയിലുള്ളത് കോമു ടോർച്ച് തെളിച്ച് കാണുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ കോമു എന്ന സഹയാത്രികൻ അത് കാണുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചില മനുഷ്യരെക്കാൾ കൂറും കടപ്പാടും പ്രകടമാക്കുന്നത് ചില മൃഗങ്ങൾക്കായിരിക്കും. നായയെപ്പോലുള്ള മൃഗങ്ങൾക്കായിരിക്കും മനുഷ്യനോട് ആ കൂറും കടപ്പാടും നന്ദിയുമൊക്കെ ഉണ്ടാവുക എന്നുള്ള ഒരു സന്ദേശം നൽകുകയാണ് ഈ നോവലിലൂടെ സൗജത്ത്. അതുപോലെ തന്നെയാണ് അപ്പുറത്തെ വീട്ടിലെ കുൽസു. വയസ്സ് 31 കല്യാണം കഴിഞ്ഞിട്ടില്ല. അവളുടെ മേത്ത് ശൈത്താൻ കയറി. അവൾ അലറുന്ന രീതിയിൽ ഒച്ചയുണ്ടാക്കുന്നത് കേട്ട് ആമിന ഞെട്ടി. ആ കാലത്ത് നാട്ടിൽ ഇങ്ങനെയൊരു സങ്കല്പം വ്യാപകമായി ഉണ്ടായിരുന്നു. അതായത് ഈ അപസ്നേഹിതർ മാനസികമായൊരു വിഭ്രാന്തിയിലാണത് സംഭവിക്കുന്നതെങ്കിലും ഈ നോവൽ പിറന്ന കാലഘട്ടങ്ങളിൽ സൂചിപ്പിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ സ്ത്രീകളുടെ ശരീരത്തിൽ ശൈത്താൻ കൂടിയതിൻ്റെ പ്രതിഫലനമാണ് ഇത്തരം അലർച്ചകളും കൂക്കുവിളിയും ഒക്കെ എന്നുള്ളത് ഒരു പഴയകാല അറിവാണ്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇതൊക്കെ വളരെ പുതുമയുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ചില ഓർമ്മപ്പെടുത്തലുകളിൽ ചില മിത്തുകളെയും സങ്കല്പങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തുന്നതിന് നോവൽ ഒരു കാലഘട്ടത്തെ കൂടി ഓർമ്മയിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നു എന്നാണ് നമുക്ക് തോന്നുക. ആസ്യയുടെയും ആമിനയുടെയും വീട്ടിൻ്റെ അടുത്ത വീട്ടിൽ താമസിക്കാനെത്തിയ വിനയ ടീച്ചർ, അവരുടെ വിനയ ടീച്ചറും അവരുടെ അമ്മാമയും കുഞ്ഞും ആമിനയോടടുക്കുകയും തുടർന്നുള്ള അവരുടെ ജീവിതം ഒരു കുടുംബം പോലെ ഒരുമിച്ചാവുന്നതും മനുഷ്യബന്ധങ്ങളുടെ ഉദാത്തമായ പഴയ നാട്ടിൻപുറ ജീവിതത്തിൻ്റെ ഐക്യവും മതാതീതമായ സ്നേഹവും നോവലിൽ ഭംഗിയായി സൗജത്ത് വരച്ചിരുന്നുണ്ട്. അതായത് അവിടെ ആമിനയുടെയൊക്കെ ദരിദ്രയായ ആമിനയുടെ അയൽപക്കത്ത് താമസിക്കാൻ വരുന്ന ടീച്ചറും കുടുംബവും അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുന്നതിൽ ജാതി മതത്തിൻ്റെ അതിർവരമ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള വലിയൊരു നന്മയുടെ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുകയാണ് സൗജത്ത് കരുളായിയുടെ ഈ ആഴി എന്ന നോവലിലൂടെ. ആമിന അയൽപ്പക്കത്തെ പുതിയ താമസക്കാർക്ക് ഒടിയന്മാരുടെയും കഥ പറഞ്ഞു കൊടുക്കുന്നതും അവർ അതിശയത്തോടെ കേൾക്കുന്നതും ഈ നോവലിലുണ്ട്. ഈ അടുത്ത വീട്ടിലേക്ക് താമസത്തിന് വന്ന വിനയ ടീച്ചറും കുടുംബത്തിനുമൊക്കെ ആമിന വളരെ ഉദ്യോഗത്തോടു കൂടി പറഞ്ഞു പഠിക്കുന്നത് അവർ ഈ നാട്ടിൻപുറത്തുള്ള ഒടിയന്മാരുടെ ശല്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ഒടിയൻ സങ്കല്പം അവർക്ക് പരിചിതമല്ല. അതൊക്കെ ഈ ഏറനാട്ടിൻ്റെ ചില ഭാഗങ്ങളിൽ
ഉള്ള ചില സങ്കല്പങ്ങളും വിശ്വാസങ്ങളുമാണ് എന്നുള്ളത് കൊണ്ട് അതൊക്കെ അവർക്ക് കൗതുകകരമായി തോന്നുകയാണ്. അപ്പോൾ ഈ നോവലിൻ്റെ പരിസരം, ഈ നോവലിൻ്റെ ഭൂമികയിൽ നടക്കുന്ന ഇത്തരം മിത്തുകളും യാഥാർത്ഥ്യങ്ങളും സങ്കല്പങ്ങളും കൂട്ടിക്കുഴഞ്ഞ വിചിത്രമായൊരു ജീവിത രീതിയെയാണ് ഈ സൗജത്തിൻ്റെ ഈ നോവൽ പരിചയപ്പെടുത്തുന്ന ഒരു ഘടകം. അതുപോലെ തന്നെയാണ് ഈ നോവലിൽ ഉമ്മ ആസയ്ക്ക് പെട്ടെന്ന് രണ്ടാം കെട്ടുകാരൻ ജമാൽ വരുന്നതും, ഈ ആസയുടെ ആമിനയുടെ ഉമ്മ ആസയുടെ ആദ്യ ഭർത്താവ് മരിച്ചതിന് ശേഷം അവർ വളരെ വിഷമിച്ചാണ് ഇവിടെയൊക്കെ വളർത്തിയിരുന്നത്. പെട്ടെന്നാണ് അവർക്കൊരു രണ്ടാം കെട്ടുകാരൻ വരുന്നതും അവിടം തൊട്ട് ആമിനയുടെയും മുന്നയുടെയും, അതായത് ആമിനയുടെ അനിയൻ്റെയും ഒക്കെ അനിയത്തിയുടെയും ഒക്കെ മനസ്സ് അയാൾ കീഴടക്കുകയാണ്, ഈ രണ്ടാം കെട്ടിന് വന്ന ആൾ. പക്ഷേ രണ്ടാം കെട്ടുകാരൻ്റെ ഉള്ളിലെ ശൈത്താൻ ഒരിക്കൽ പ്രത്യക്ഷപ്പെടുന്നതെല്ലാം നോവലിനെ വായനയുടെ ഉദ്യോഗത്തിലേക്ക് നയിക്കുന്നു. രണ്ടാം കെട്ട് കെട്ടി ഉമ്മയെ രണ്ടാം കെട്ട് കെട്ടി അവിടെ പുതിയാപ്പിളയായി താമസിക്കുന്ന ആ ജമാലിൻ്റെ മനസ്സ്, സത്യത്തിൽ അവർ ആമിനയെ കണ്ടിട്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിന് അയാൾ മുതിർന്നത് എന്നാണ് നോവൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ അതും ആ കാലത്ത് ഇപ്പോഴും ചില ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ ഇത് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ നോവൽ ജീവിതത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് വളരെ ധൈര്യമായി പറയാം. ഈ ജമാൽ ഒറ്റക്കായി രാത്രി ആമിനയെ ഉപദ്രവിക്കുന്ന രംഗം ഈ നോവലുണ്ട്. അതുപോലെ തന്നെ ആമിന വീട് വിട്ട് ഈ ശല്യം വയ്യാതെ ഉമ്മയുടെ രണ്ടാം കെട്ടുകാരൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഉമ്മക്ക് പറഞ്ഞാൽ വിഷമമാവുമെന്ന് വിചാരിച്ച് ആമിന നാട് വിട്ടു പോവുകയാണ് ദൂരെ ഒരു പ്രദേശത്തേക്ക്. അവിടെ ഒരു എത്തിപ്പെടുകയും ഖദീജ എന്നൊരു സ്ത്രീ അവൾക്ക് രക്ഷകയായി വരുന്നതും കഥയെ വായനയിൽ തളച്ചിടാൻ സഹായിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് മാറുന്നു. അങ്ങനെ ആമിന ചെന്നിടത്ത് ഖദീജ എന്ന സ്ത്രീയുടെ ലാളനയും പരിഗണനയും ഏൽക്കുകയും അവർ ഏതാണ്ട് സുരക്ഷിതമായ ഇടത്ത് എത്തിച്ചേർന്നു എന്നുള്ള രീതി വരുന്നുണ്ട് നോവലിൽ. പിന്നീടാണ് ജമാലിനെ ആട്ടിപ്പുറത്താക്കിയിട്ടും അങ്ങനെ ഈ ആമിനയുടെ ഉമ്മ ആസയുടെ ആംഗളമാരൊക്കെ വന്ന് ജമാലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ശൈത്താനുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ജമാലിനെ ആട്ടിപ്പുറത്താക്കുകയാണ് അവർ. വീണ്ടും ആമിനയുടെ ഉമ്മ ആസയുടെ സോപ്പിട്ടുകൊണ്ട് ആസയുടെ സഹായത്തോടെ ജമാൽ തിരിച്ചു വരികയാണ്. അയാളുടെ ലക്ഷ്യം ശരിക്കും ആമിനയാണെന്ന് അയാൾ ഒറ്റയ്ക്കുള്ളൊരു സന്ദർഭത്തിൽ ശരിക്കും ഈ ആമിനയോട് പ്രഖ്യാപിക്കുന്നുണ്ട്. അയാൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്യാണ്. വീണ്ടും ആമിന കുരുക്കിൽപ്പെടുകയാണ്. അങ്ങനെ അയാളുടെ കൂടെ പോകാൻ വീണ്ടും ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആമിന നിർബന്ധിതമാവുന്നതോടെ വീണ്ടും ആമിന കുരുക്കിൽപ്പെടുന്നു. അപ്പോഴേക്കും ആമിനക്ക് തറവാട്ട് വീടിൻ്റെ അയൽപക്കത്തുള്ള സാലിം എന്ന ആളോട് പ്രണയമുണ്ടാകുന്നു. ഇതും ജീവിതത്തിൻ്റെ ഒരു സാധാ സംഭവം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അടുത്തുള്ള വീട്ടിലൊരു ഈ സാലിം എന്ന യുവാവ് ഈ ആമിനയോട് പ്രണയത്തിലാവുകയാണ്. പക്ഷേ അവർക്ക് ആ പ്രണയം സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ആമിനയുടെ ഉമ്മയും രണ്ടാം കെട്ടുകാരൻ ഭർത്താവുമൊക്കെ അതിനെതിരായതുകൊണ്ട് തന്നെ. പക്ഷേ ജമാലും ആസിയയും കൂടി അപ്പോൾ ഇവർ കണ്ടൊരു തന്ത്രം, ഈ ജമാൽ കണ്ടൊരു തന്ത്രം ആസിയക്ക് മറ്റൊരു നിക്കാഹ് തരപ്പെടുത്തി കൊടുത്തുകൊണ്ട് ആ നിക്കാഹിൻ്റെ കെയർ ഓഫിലൂടെ അവളെയും സ്വന്തമാക്കുക എന്നുള്ള അതിനീചമായ ബുദ്ധിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ നാട്ടിൻ്റെ സാധാരണ സംഭവങ്ങൾ, ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നടന്നിരുന്ന സംഭവങ്ങളാണ് എന്നുള്ളതാണ് ഈ നോവൽ മുന്നോട്ട് വെക്കുന്ന വലിയൊരു പ്രത്യേകത. അങ്ങനെ ഒടുവിൽ ജമാലിൻ്റെ ചതിയിൽ കുടുങ്ങി ആമിന കല്യാണത്തിന് സമ്മതിച്ചിരിക്കുകയാണ്. ഹംസ എന്ന് പറയുന്ന ഒരാളുമായി ഇട്ടാണ് ഇവർ ഈ കല്യാണം തരപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ജമാലിൻ്റെ നീചതന്ത്രം അറിഞ്ഞ് ആമിനയെ അയാളിൽ നിന്ന് രക്ഷിക്കാനാണ് പുതിയ വരൻ ഒരു ത്യാഗം ചെയ്യുക എന്നതാണ് അയാൾ ആമിനയോട് പറഞ്ഞ് ധരിപ്പിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നത്, എനിക്കിതൊക്കെ അറിയാം, ഞാൻ നിന്നെ കൊടുക്കാനല്ല, നിൻ്റെ രണ്ടാനച്ഛൻ എന്ന് പറയപ്പെടുന്ന ആളുടെ ആ നീച പ്രവൃത്തിയിൽ നിന്നെ കരകയറ്റാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അയാളുടെ പേര് റിയാസ് എന്നാണ്. അപ്പോൾ റിയാസും പിന്നെ ആമിനയെ ഒടുവിൽ ചതിച്ച് കടന്നു കളയുന്നതാണ്. വീണ്ടും ഈ റിയാസ് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും അയാളുടെ ഉദ്ദേശം പൂർത്തീകരിച്ചതിന് ശേഷം അയാളും ആമിനയെ ചതിച്ച് കടന്ന് കളയുകയാണ്. വീണ്ടും അനാഥത്തിലേക്ക് കണ്ടുപോയ ആമിനയും ആസയും മുനീറയുമെല്ലാം താണ്ടിയ ദുരിതപർവങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഒടുവിൽ ഒരു ക്രിസ്തീയ അച്ഛൻ്റെ കാരുണ്യത്തിൽ ആമിന തയ്യൽ പഠിച്ച് അവിടെ തന്നെ അന്തേവാസിയായി ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ നോവലിൽ ഇങ്ങനെ അതിൻ്റെ തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്രിസ്തീയ പുരോഹിതനാണ് ഈ ആമിനയ്ക്ക് പിന്നെ തുണയായി വരുന്നത്, സഹായിയായി വരുന്നത്. ഒരു അർത്ഥത്തിൽ ഇത് ഈ സൗജത്ത് കേരളായി എന്ന എനിക്ക് പരിചയമുള്ള സ്ത്രീയാണ്
വളരെ സാത്വികയായ ഒരു വീട്ടമ്മയാണ്. 5ാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള ഈ സൗജത്തി എങ്ങനെയാണ് ഇത്രമാത്രം ഭാവനാപൂർണമായി നോവലുകളൊക്കെ എഴുതുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആത്മകഥാംശം പല സ്ഥലങ്ങളിലായി ഈ നോവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാകുന്നത് ഈ അച്ഛൻ്റെയൊക്കെ വരവോടുകൂടിയാണ്. അതുപോലെ ഒടുവിൽ ആമിനയ്ക്ക് ഇതിനൊന്നും പിടിച്ചു നിൽക്കാനാവാതെ അവർ ഗൾഫിലെത്തുകയാണ്. ഗൾഫിലെത്തുമ്പോൾ അവിടെയും അറബി വീട്ടിലെ കദ്ദാമ പണിയിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും നാട്ടിൽ നിന്ന് മക്കളയച്ച കത്ത് പോലും പണി കഴിഞ്ഞിട്ടേ അവിടെ വായിക്കാൻ പറ്റൂ, വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അതുപോലും വായിക്കാൻ അനുവാദമുള്ളൂ എന്നൊരു ദുർഘടമായ പരിസ്ഥിതിയിലാണ് ആമിന ഗൾഫിലെത്തുന്നത്. ഭക്ഷണത്തിൻ്റെ അവർ ഈ അറബികളും അവരുടെ വീട്ടുകാരൊക്കെ കഴിച്ച ഭക്ഷണത്തിൻ്റെ എച്ചിൽ ഭാഗങ്ങൾ കഴിച്ച് വിശപ്പടക്കേണ്ട ഗതികേട്, അതുപോലെ 50 റിയാൽ ശമ്പളം പറഞ്ഞെടുത്ത് അറബി 10 റിയാൽ പിടിച്ച് 40 റിയാലാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രവാസം ഒരു പ്രയാസമല്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും തീർച്ചയായും അത് അനുഭവിച്ചവർക്ക് അത് അറിയൂ എന്നുള്ളത് ഈ നോവൽ സാക്ഷ്യമാണ്. ഇപ്പോൾ ബിന്യാമിൻ്റെ ആടുജീവിതമൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊരു നോവൽ വരുന്നത്. തീർച്ചയായും ഈ വീട്ടമ്മയായി പോയ സൗജത്തിൻ്റെ ആത്മകഥാംശം ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് എന്ന് എനിക്ക് അവരോടുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായതാണ്. അപ്പോൾ പ്രവാസം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്, പ്രവാസം എന്നുള്ളതിന് കൂടി ഈ നോവൽ വെളിപ്പെടുത്തുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇത് വെറും ഒരു ഏറനാടൻ ജീവിത പരിസരം മാത്രമല്ല, ഏറനാടൻ ജീവിതത്തിൽ നിന്ന് ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി മണലാരണ്യങ്ങൾ തേടുന്ന വീട്ടമ്മമാരുടെ കൂടി കഥയാണ് സൗജത്ത് പറഞ്ഞു വെക്കുന്നത്. ഒടുവിൽ അവിടെ വെച്ചിട്ടാണ് ഈ ആമിനെ പ്രണയിച്ചിരുന്ന സാലിം എന്ന യുവാവിനെ അവിചാരിതമായി അറബി വീട്ടിൽ നരകയാതന അനുഭവിക്കുമ്പോൾ ആ വീട്ടിൽ ഈ സാലിം എന്തോ ആവശ്യത്തിന് അറബിയുടെ സുഹൃത്തായി വരികയും ആമിനയെ കണ്ടെത്തുകയുമാണ്. അങ്ങനെ അവിടെ നിന്ന് ആമിനയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ആമിനയ്ക്ക് വിസ വാങ്ങിക്കൊടുത്ത നാസറുമായി പ്ലാൻ ചെയ്തുകൊണ്ട് സാലിം എന്ന മുൻ കാമുകൻ അവൻ അപ്പോഴേക്ക് നല്ലൊരു നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. തൻ്റെ പഴയ കാമുകിയും അയൽവാസിയുമായ ആമിന അനുഭവിക്കുന്ന ഈ ദുരിതപർവത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അതിന് കരുക്കൾ നീക്കുകയാണ് സാലിം. അങ്ങനെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യവുമായി പൊരുത്തമുള്ളതാണ്. അതിൽ ധാരാളം ഭാവനകൾ ചേർന്നിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ഭാവന ഒരുപക്ഷെ മലയാളത്തിൽ മറ്റാരും എഴുതിയിട്ടില്ല എന്നൊക്കെ ഞാൻ പറയും. കാരണം ഈ അറബി കുട്ടികൾ വരച്ചു കീറിയെറിയുന്ന നോട്ട് ബുക്കുകളുടെ താളുകൾ പെറുക്കി അവർ പഠിച്ച നോട്ട് ബുക്കുകളൊക്കെ വരച്ചു കീറിയെറിഞ്ഞ് രസിച്ചിരുന്ന ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ഈ കഥാനായിക ഈ ആമിന ആ കളയുന്ന കടലാസുകളൊക്കെ ശേഖരിച്ച് വെക്കുകയും അതൊക്കെ അടുക്കി വെച്ച് തുന്നിക്കൂട്ടി അതിൽ ആമിന എന്ന കദ്ദാമ അവരുടെ ജീവിതം എഴുതി വെക്കുകയാണ്. അതിനാണ് ആഴി എന്ന നോവലായി പിന്നീട് ആമിനയുടെ ആഴി എന്ന നോവൽ അത് പ്രത്യക്ഷപ്പെടുന്നത്. കാരണം അത്രമാത്രം തീവ്രതയും അവരനുഭവിച്ച ദുരിതങ്ങളും അതുപോലെ തന്നെ എന്താണെന്ന് നമ്മുടെ മരുഭൂമിയുടെ കാരുണ്യമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും മരുഭൂമിയിൽ അവരനുഭവിച്ച ദുരന്തപൂർണമായ ജീവിതം ഈ അറബി കുട്ടികൾ വലിച്ചെറിഞ്ഞ നോട്ട് ബുക്കുകളിൽ ആഴി എന്ന നോവലായി എഴുതി വെച്ച ഒരു ഭാവനയാണ് ഈ സൗജത്ത് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആത്മകഥാംശമുണ്ടോ, അത് സമ്പൂർണ്ണമായും ആത്മകഥയാണോ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും പിൽക്കാലത്ത് കദ്ദാമയായി വളരെ കാലം സൗദി അറേബ്യയിൽ ജീവിച്ച് നാട്ടിലെത്തിയ ഈ കരുളായി സ്വദേശിയായ സൗജത്ത് 5ാം ക്ലാസ് വരെ മാത്രം പഠിച്ച സൗജത്തിൻ്റെ 3ാമത്തെ നോവലാണിത്. ഇതിന് മുമ്പുള്ള 2 നോവലും വായിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും, തീർച്ചയായും അതിൽ സൗജത്തിൻ്റെ ആത്മകഥാംശമുണ്ട്. ഇങ്ങനെയൊരു ഭാവന രൂപപ്പെടണമെങ്കിൽ സർഗാത്മക മനസ്സുള്ള ഒരു എഴുത്തുകാരിക്ക് അത് സാധിക്കൂ എന്നുള്ളതാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. പിന്നീട് അവർ അവിടെ നിന്ന് ഈ ഗൾഫ് മതിയാക്കി നാട്ടിലെത്തുമ്പോഴേക്കും ഈ ആഴി ഈ സാലിമിൻ്റെ ആഭിമുഖ്യത്തിൽ ആഴി ഒരു പുസ്തകമായി രൂപപ്പെടുകയും അത് ഇവർ ഗൾഫ് നിർത്തി ഇറങ്ങുന്ന ആ തീയതിക്ക് തന്നെ എയർപോർട്ടിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ വെച്ച് ഈ ആഴിയുടെ പ്രകാശനം നിർവഹിക്കുകയാണ്. ഇവിടെ കൂട്ടുകാരിയായിരുന്ന അവരുടെ നാട്ടിലെ കളിക്കൂട്ടുകാരനായിരുന്ന ഹരികൃഷ്ണൻ അപ്പോഴേക്കും കലക്ടറായി നാട്ടിൽ ഉദ്യോഗം ഭരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കലക്ടർ ഹരികൃഷ്ണൻ എന്ന ആമിനയുടെ പഴയ സഹപാഠിയെ സുഹൃത്തിനെ കൊണ്ട് ഇത് പ്രകാശിപ്പിക്കുകയാണ്. അതിന് മുൻകൈ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആമിനയുടെ മനസ്സിലും സാലിമിൻ്റെ മനസ്സിലും ജീവിച്ചിരുന്ന വലിയ പ്രണയത്തിൻ്റെ അനശ്വരമായ പ്രണയത്തിൻ്റെ
മറവി മായ്ക്കാത്ത പ്രണയത്തിൻ്റെ ഒരു സിമ്പലായി ഈ സാലിമാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. ആ പ്രകാശനത്തോടു കൂടിയിട്ടാണ് ഈ നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയും ഗംഭീരമായ ഭാവനയും ജീവിതാനുഭവങ്ങളും മരുഭൂമിയും ഏറനാടും മലനാടും കൂട്ടിക്കുഴഞ്ഞ മിത്തുകളും യാഥാർത്ഥ്യങ്ങളും സങ്കല്പങ്ങളുമൊക്കെ ചേരുംപടി ചേർത്തുകൊണ്ട് വളരെ വിജയകരമായി എഴുതി തീർത്ത നല്ല വായനാസുഖമുള്ള, ആരും വായിച്ചിരിക്കേണ്ട, പോയാൽ അത് കഴിയും വരെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നോവലാണ് സുഹൃത്തു കൂടിയായ സൗജത്ത് കരുളായിയുടെ ആഴി എന്ന നോവൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ പരിചയപ്പെടുത്തൽ വളരെ വിശാലമായ പരിചയപ്പെടുത്തൽ അല്ലെങ്കിൽ കൂടിയും ഈ പുസ്തകം നിങ്ങളുടെയൊക്കെ വായനയിലും നിങ്ങളുടെയൊക്കെ അടുത്തുള്ള ലൈബ്രറികളിലുമൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇങ്ങനെയും ചില എഴുത്തുകാർ നമുക്കിടയിലുണ്ട്. അവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അവരെ നമ്മൾ പരിപോഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും വളരെ ഗംഭീരമായ രചനയാണ്. വിപുലമായ ഭാവനയും എഴുത്തിൻ്റെ ശൈലി കൊണ്ടും വായിപ്പിക്കുന്ന ശൈലി കൊണ്ട് വളരെ അനുഗ്രഹീതമായ ഈ നോവൽ ആഴി സൗജത്ത് കരുളായി എന്ന പേരിൽ അറിയപ്പെടുന്ന സൗജത്തിൻ്റെ ആഴി എന്ന നോവൽ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.